റെഡി റോളിങ്ങിലാട്ടോ കുറച്ച് സൗണ്ടിൽ സംസാരിച്ചേ. ഹലോ, ഇന്നലെ നമ്മൾ വ്ളോഗിൽ സംസാരിച്ചത് എൻ്റെ മനസ്സിലുള്ള ഡയറക്ടർ ആരാണെന്ന്. ഇന്നലെ എനിക്ക് പനിയുടെയും ജലദോഷത്തിൻ്റെ ഒക്കെ നന്നായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അത്ര ഹെൽത്തി ആയിരുന്നില്ല. പക്ഷെ ഇന്നലെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് പേര് മെസ്സേജും കോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് കുറച്ചുകൂടെ ഇനി എന്താ പറയുക, ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു സിക്ക് ടൈമൊന്നും മാറാതെ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞ് എവിടെയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന് നോക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്തപ്പോൾ ഇവിടെ കൊച്ചി തന്നെയാണ് ഓഫീസ് കാണുന്നത്, പക്ഷെ ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു ദിവസത്തിൽ ഞാൻ പ്ലാൻ ചെയ്തത് വേറൊരു കാര്യവുമില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇന്നലത്തെ കാര്യങ്ങളും വ്ളോഗിൽ സംസാരിച്ചതും വ്ളോഗ് ഒരു തവണ കൂടെ കണ്ടു നോക്കി. കാരണം ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് എടുക്കേണ്ടി വന്നൊരു വ്ളോഗാണ്. കാരണം ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാമറ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ വളരെ കുറവാണ്. എൻ്റെ കയ്യിലൊരു ടാബും അതുപോലെ തന്നെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ക്യാമറ എടുക്കാനുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് ആദ്യത്തെ വ്ളോഗൊക്കെ ഞാൻ എൻ്റെ ടാബിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ദീപേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ദീപു കൃഷ്ണ എന്നാണ് ആളെ പേര്. നമുക്ക് അടുത്ത വ്ളോഗിൽ പരിചയപ്പെടാം. സോ ആളിവിടെ കൊച്ചിയിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് വർക്ക് കഴിഞ്ഞ് ഇവിടെ ആളൊരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ആള് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനും ട്രിവാൻഡ്രത്തു നിന്ന് എത്തി ദീപേട്ടനോട് പറഞ്ഞു ഇങ്ങനെ വ്ളോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദീപേട്ടനെ എടുക്കാമെന്ന് പറഞ്ഞ് ദീപേട്ടനാണ് ഇന്നലെ ക്യാമറ എടുത്തത്. അതുകൊണ്ടാണ് അത്ര ക്വാളിറ്റി ഉള്ള ഒരു നെക്സ്റ്റ് വ്ളോഗ് അത്രയും ക്വാളിറ്റി ഉണ്ടാവാൻ കാരണം. സോ അങ്ങനെ പ്രഡിക്റ്റബിൾ അല്ലാത്തതുകൊണ്ടും ഇപ്പോഴത്തെ വ്ളോഗും അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. സോ ഞാൻ അത് കഴിഞ്ഞ് അതായത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ടെമ്പററി ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞ് ഞാൻ സജയ് ചേട്ടനോട് പറഞ്ഞു ഇന്ന് ക്ലോസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അത് ആലോചിച്ചിരിക്കുകയായിരുന്നു. സോ ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ എഴുതി, പുതിയൊരു പ്ലോട്ട് ഇന്ന് കിട്ടി. അപ്പോൾ ഞാൻ അത് എഴുതി അതിൻ്റെ കോപ്പിറൈറ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മൈൻഡിൽ ഇങ്ങനെ തോന്നിയത്. ഞാൻ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്ളോഗിലാണ് ഞാൻ സജയ് ചേട്ടനോട് എൻ്റെ മനസ്സിലുള്ള ഡയറക്ടർ ആരാണ് എന്ന് ഞാൻ ഓൾറെഡി ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഞാൻ ട്രിവാൻഡ്രം പോയ ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ആ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് പ്രൊസീജിയേഴ്സ് എൻ്റെ മൈൻഡിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് സമീപിക്കേണ്ടതെന്ന് മനസ്സിലായ ടൈമിൽ അതിലൂടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. സോ അത് ഡീറ്റെയിൽ ആയിട്ട് സജയ് ചേട്ടനോട് പറയണം അല്ലെങ്കിൽ ദീപേട്ടനോട് പറയണം എന്നൊക്കെ എനിക്ക് തോന്നി. സോ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് നോട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ വ്ളോഗിൽ വന്ന് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണം എന്നുള്ളത് തോന്നിയത്. അതായത് ഞാൻ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള ആ ഒരു ഡയറക്ടറെ എൻ്റെ കഥ സമീപിക്കുന്നത്, എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നുള്ളതാണ്. അപ്പം ഞാനത് ഇതുവരെ ദീപേട്ടനോടോ ഡീറ്റെയിൽഡ് ആയിട്ട് കാരണങ്ങൾ ദീപേട്ടനോടോ സജയ് ചേട്ടനോടോ പറഞ്ഞിട്ടില്ല. ഇന്നലെ ആ ലൈവിലാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്പോട്ടിലാണ് ഞാൻ പറയുന്നത്, ലൈവായിട്ടാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ് സജയ് ചേട്ടൻ ഇപ്പോൾ ഗിറ്റാർ ക്ലാസ്സിലാണ്. അപ്പോൾ സജയ് ചേട്ടൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പെട്ടെന്ന് ദീപേട്ടനോട് പറഞ്ഞാണ് എൻ്റെ വ്ളോഗ് ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് സജയ് ചേട്ടൻ ഫ്രീ ആയി കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് സംസാരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്കും അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡയറക്ടറെ എൻ്റെ മൈൻഡിൽ വന്നത്, എന്തുകൊണ്ടാണ് ആ ഡയറക്ടറെ ഞാൻ സമീപിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കും മനസ്സിലാവും. ഞാനത് ആഗ്രഹിക്കുന്നു. അതായത് ഒരു റൈറ്റർ എപ്പോഴും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആൻസറബിൾ സിറ്റുവേഷനിലാവണം. തൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറെ സമീപിക്കുക എന്നുള്ളത് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു സ്പേസ് തന്നെയാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു സ്പേസ് ആണ്. അപ്പം അത് ഇനിയുള്ള റൈറ്റേഴ്സിനും എല്ലാവർക്കും ഒരു ധാരണ കിട്ടാൻ കൂടി ആവട്ടെ. അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം
അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വ്ളോഗ് ആക്കുന്നത്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കാണാം. ശരി.